ആരിഫ് ഹുസൈൻ ലണ്ടനിൽ മണ്ടനായ കഥ. ആക്ച്വലി കോയ കോളിംഗ് എന്ന് പറഞ്ഞ പരിപാടി അത്യാവശ്യം ഒരു വൈറൽ സാധനമാണ്. ഞാനൊരു മതവിശ്വാസം ഇല്ലാത്ത ഒരാളാണ്, ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ സയൻസും മൊറാലിറ്റിയും വെച്ച് കുറേ കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കാറില്ല. നമ്മൾ ഇതൊക്കെ ഇപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്തപ്പോഴും മതങ്ങളെ വിശ്വസിക്കാതെ ഇരിക്കുമ്പോഴും സയൻസിനെ വിശ്വസിക്കുമ്പോഴും സയൻസിനുള്ള കുറേ ഡ്രോബാക്കുകളുണ്ട്. പിന്നെ നമ്മുടെ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ, മോറൽ വാല്യൂസ്, അതിലെല്ലാ മതങ്ങൾക്കും ഒരു വിധത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പം നല്ലത് എടുക്കുക, എക്സ്ട്രീംലി പൊട്ടത്തരമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഈ രീതിയിലാണ് ഞാനെപ്പോഴും ചിന്തിക്കാറും ഞാൻ പ്രവർത്തിക്കാറുള്ളത്. ഇതിൽ തന്നെ ഇപ്പോൾ ഈ ആരിഫിൻ്റെ കേസ് എന്താ വെച്ചെങ്കിൽ, ചെങ്ങായി ഇവിടെ കോയ കോളിങ് പറഞ്ഞ് ചെയ്ത് ലാസ്റ്റ് എന്തായി അറിയപ്പോൾ അവിടെ ലണ്ടനിൽ ചെന്ന് കുറച്ച്, അതായത് ഇവിടെ കോയ കോളിങ്ങിലെ ആളുകളോട് ചോദിക്കുന്ന ഒരു ഐറ്റം ലണ്ടനിലും ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിടിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതായിരിക്കണം. എന്താണെങ്കിലും പണിപാളിയ അവസ്ഥയാണ്, കണ്ടോക്കാം. Do you know Al-Fatiha? Yeah. You can read Surah Al-Fatiha? Yeah. Okay. You know it by heart? Qul Wallahu Ahad. Sure. Qul Wallahu Ahad. Why not? Yes. Can you read it, please? Why should I? No. I just want to know for my conviction. No. First you recite that. I don't know how much you. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. And Qul Wallahu Ahad. Do you know what is Iman? Okay. You want to recite 114 So now leave that. Come to the point. Okay, good. You know the I just basic. asked one question. Please surah. answer that. Yeah, so it's clear that you know the basic. Because these things are very basic, and we know you are Muslim and I'm a Muslim, and I'm an But you're not a Muslim now, are you? I'm an ex-Muslim now. Yeah, you go ahead. I'm kafir. So let's conclude that. So let's conclude that. You can buy that. Let's conclude that. Now, I just asked one question here. The rejected. That is, committing shirk or raping your mother, which is the biggest sin in Islam? അതായത് സംഗതി മൂപ്പര് പറയുമ്പോൾ തന്നെ കുറേ സ്ഥലത്ത് ഇതിൽ പാളിയിട്ടുണ്ട്. യു ആർ എ മുസ്ലിം, ഐ എം എ മുസ്ലിം എന്ന് പറയുന്നത്. എപ്പോഴും പ്രൗഡ് എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരാളാണ് ആരിഫ്. അവിടെ ചെന്ന് ഇനി ലാംഗ്വേജിൻ്റെ ഇഷ്യൂ ആണോ എന്നറിയില്ല, കമ്മ്യൂണിക്കേഷൻ വിഷയങ്ങളാണോ എന്നറിയില്ല, ആളൊരു പാനിക് പോലെയാണ് എനിക്ക് ഈ വീഡിയോയിൽ മൂപ്പര് പ്രസൻ്റ് ആയത് എന്നാണ് എനിക്ക് ഫീലായത്. ഓക്കെ, എടപ്പാളം ഓട്ടം കണ്ട മലയാളികളാണ് നമ്മൾ, ലണ്ടൻ ഓട്ടവും കണ്ടു ഇപ്പോൾ. പക്ഷേ ഈ ലണ്ടൻ ഓട്ടത്തിൽ എന്താ പറയുക, ഒരാൾ കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരുതരം സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് ഉണ്ട് ഈ കോയ കോളിങ്ങിലൂടെയൊക്കെ. അതൊക്കെ അങ്ങോട്ട് ഒരുമാതിരി വെള്ളത്തിൽ വരച്ച വരയായി പോയി എന്നുള്ളതാണ് പറയാനുള്ളത്. എവിടെയൊക്കെയോ പ്രിപ്പയർഡ് അല്ല ആരിഫ്. ഓക്കെ, ഒരു ഫോൺ കോളിനപ്പുറം അപ്പുറത്തുള്ളൊരു വ്യക്തിയോട് സംസാരിക്കുന്നതിനപ്പുറം, ലൈക്ക് എന്താ പറയുക, എപ്പോഴും ഫ്രണ്ടിൽ ചാറ്റ് GPT ഉണ്ടാവും, ഇൻ്റർനെറ്റ് ഉണ്ടാവും. അതിനപ്പുറം ഒരു വ്യക്തിയോട് ഡയറക്റ്റ് സംസാരിക്കുന്ന സമയത്ത് എവിടെയൊക്കെയോ പ്രിപ്പറേഷൻ ഭയങ്കര കുറവായിരുന്നു, പ്രസൻറ്റേഷൻ വളരെ മോശമായിപ്പോയി. പല സ്ഥലങ്ങളിലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ പറയുന്ന ഉത്തരങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാതായിപ്പോയി. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു മതത്തിലും ദൈവത്തിലും വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും എനിക്കെപ്പോഴും എൻ്റെ മൈൻഡിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിമർശനം എന്നുള്ളത് നിൽക്കാം, ഒരു പ്രത്യേക തരം ഈ സൊസൈറ്റിയിൽ ഇപ്പോൾ ഉള്ള നമ്മളെ ലിവിങ് സ്റ്റൈൽ, നമ്മളെ ലിവിങ് കണ്ടീഷൻസ് വെച്ചിട്ട് അതിനോട് ബന്ധപ്പെട്ടുള്ള പഴയ നിയമങ്ങളും മതത്തിലും ദൈവത്തിൻ്റെ അടിസ്ഥാനമാക്കി പറയുന്ന ഇപ്പോഴത്തെ കണ്ടീഷനിൽ മനുഷ്യന് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയൊക്കെ വിമർശിക്കാം അല്ലെങ്കിൽ മാറ്റം വരണം എന്ന് പറയാം. പക്ഷേ ആരിഫിൻ്റെ കേസിൽ ഇങ്ങനെയില്ല, കടന്ന ആക്രമണമായിരുന്നു. അങ്ങോട്ട് ഏത് രീതിയിലും എന്താ പറയുക, സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം കൂടി അതിൻ്റെ ചുവട് പിടിച്ച് ഇപ്പുറത്തെ സൈഡ് വന്ന് അടിയോടടി. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് കിട്ടുന്ന ഇയാളുടെ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പോലും ഇവിടെ ഭയങ്കരമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടും. ഇതിനൊന്നും ആരിഫ് ചിന്തിച്ചില്ലേന്ന് ഞാൻ ആലോചിച്ച് പോയത്. ഇപ്പോൾ ഇവിടെ ചെന്നിട്ട് ഇവരോട് സംസാരിക്കുമ്പോൾ കോയ കോളിംഗ് എന്നുള്ള സാധനം ബാക്കിൽ ഫ്ലക്സായിട്ട് പിടിച്ചിട്ടുണ്ട്, കാഫിർ എന്ന് പറഞ്ഞാൽ തൊപ്പിയിട്ടിട്ടുണ്ട്, മുസ്ലിം എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഫാത്തി ഓതുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ആൾ ചോദിച്ച ക്വസ്റ്റ്യൻ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്നുള്ളത്, അതല്ലെങ്കിൽ നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഒരു വിശ്വാസി അല്ലാത്തൊരു വ്യക്തിക്ക് ഒരു വിശ്വാസിയോട് സംസാരിക്കുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് സയൻസിന് ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങളുണ്ട്.
ആ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യണം. ശരി, ഇതിന് സയൻസിന് ഉത്തരവില്ല, ഓക്കെ, ബട്ട് മേ ബി ഇൻ ഫ്യൂച്ചർ വിൽ ഗെറ്റ് എൻ ആൻസർ ഫോർ ഇറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു സാധനം പറയാനുള്ള ഒരു അത്രയെങ്കിലും ഒരു സെൻസ് നമുക്ക് വേണം. ഇതതില്ല. നേരെ പോയി ചോദിക്കുകയാണ്, ഷിർക്ക് ചെയ്യുന്നതാണോ അമ്മയോടൊപ്പം സെക്സ് ചെയ്യുന്നതാണോ, ഏതാണ് ഇസ്ലാമിൽ ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളത്. ഇനി ഈ വ്യക്തി കൊടുത്ത റിപ്ലൈയും ആരിഫിൻ്റെ ഒരു വേർഷനും. Not me. Which is the bigger one? Which comes Bigger, first? bigger one. Your mother is created by God. Okay, God is the biggest in Islam. God is the biggest entity in Islam. Any crime against God directly is the biggest crime. Okay, and anyone God has created is below God, so they have secondary position in Islam, right? So mothers, prophets, saints, sacred personalities are all secondary to God. So any crime or any insult against God is the biggest insult. That's it. That's the answer. So, Very plain. So what Is it clear? shirk? Is my answer? What is shirk? Shirk is attributing partners to God Almighty when they don't exist. So raping mother is rejecting. equivalent to that. Sorry, Raping your mother is equivalent to attributing partners to your raping daughter. your mother is a crime in Islam. That Fine, is that I punishable by understand. death. I understand. That is punishable. I'm answering your question. That is punishable by death according to the Quran. Because raping your mother is fasad fil ard. Fasad fil ard in chapter 5 of the Quran. Anyone who My question spreads is not mischief that. in the My land. question Yeah. is not that. Shirk is attributing partners to Allah. Yeah. Raping mother, is it equivalent to that? I have explained to you God is bigger than No, you mother. said something else. No, I'm wait, just wait. asking God is, you. yeah, God is bigger than mother. I think right? this is a I said it category. right? It's a category Yeah, error. So, yeah. so It's a shirk category is error. bigger. Yeah. So Sorry. shirk is bigger. No, any crime against God, shirk or otherwise. No. Okay, you don't have to commit shirk to be a criminal against God. Okay, you can insult That's not God, my question. you can curse God. You commit shirk and you commit raping your mother. After committing all these things, which will get you into the hell or the heaven? Both. Which one prevents you from getting into the heaven? It completely depends on the criminal's intentions. Why he You're did. just twisting it. I'm Because- answering you. because we No, have- wait. we I'm just- answering your question. I'm You're answering just your question. deflecting. You're just deflecting. No, Because- I'm not deflecting. Because we have. You don't like my we- answer. That's why you're you calling don't like calling it You are deflecting. ഒന്നാമത്തെ വിഷയം, ഈ പറഞ്ഞ മതവിശ്വാസവും ദൈവവിശ്വാസവും ഇല്ലാത്ത ഒരാളായിട്ട് നടക്കുമ്പോൾ സ്വർഗം നരകം എന്നുള്ള വേർതിരിവിൽ ഓപ്പോസിറ്റുള്ള ഒരു വിശ്വാസിയോട് പോയി ചോദിക്കുന്നത് തന്നെ മണ്ടത്തരമാണ്. നിങ്ങൾ ചെയ്യുന്ന ഏത് തെറ്റാണ് നിങ്ങളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വിടാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ ഈസി ആയിട്ട് അവർക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും. ഇതെന്താ അറിയോ, ഈ വിശ്വാസിയായ വ്യക്തിക്ക് വളരെ ഈസി ആയിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസാണ് ഇയാൾ പ്രിപ്പയർ ചെയ്ത് പോയിട്ടുള്ളത്. എന്നാൽ സ്വയം ഇതിനൊരു ആൻസർ കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ആരിഫ് പോവുകയും ചെയ്യുന്നു. മനസ്സിലായോ? ഈ ഓപ്പോസിറ്റ് കേൾക്കുന്ന വിശ്വാസി പറയുന്നത് ദൈവമാണ് എല്ലാം, ദൈവത്തിന് താഴെ അല്ലെങ്കിൽ ദൈവം ഉണ്ടാക്കിയ സെക്കൻഡറി ആളുകളാണ് ബാക്കിയല്ല. അപ്പോൾ അമ്മയോട് സെക്സ് ചെയ്യുന്നതും ഷിർക്കുമാണ് ഈ ചങ്ങായി പറയുന്നത്. അയാൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്, അമ്മയോട് സെക്സ് ചെയ്യുക എന്നുള്ളത് മതപരമായിട്ട് ഏറ്റവും വലിയ ക്രൈമാണ്. പക്ഷെ അതിലും വലിയ ക്രൈമാണ് ദൈവത്തിനോട് ചെയ്യുന്നത്. ദൈവനിന്ദ, ദൈവത്തിനോട് കേസ് ചെയ്യുന്നത് ദൈവനിന്ദ എന്ന് പറയുന്ന സാധനം. ദൈവം ഉണ്ടാക്കിയതാണല്ലോ ബാക്കിയെല്ലാം. അപ്പോൾ അവിടെ ആരിഫ് കൗണ്ടർ ചെയ്യുന്ന പാറ്റേൺ എനിക്ക് മനസ്സിലാവുന്നില്ല. തോൽക്കാൻ വേണ്ടി പോയി നിന്ന് കൊടുത്തതാണോ? ഡിബേറ്റാണ്, അപ്പോൾ വെറുതെ ചുമ്മാ പോയി നിന്ന് കൊടുത്തിട്ട് കോയാ കോളിങ്ങിൽ നാലാളെ പറയുന്ന പോലെ അങ്ങോട്ട് ഒന്നും പറയാൻ സമ്മതിക്കാതെ പറഞ്ഞു വിടുന്ന ഏതാണ് ഇയാൾ പാറ്റേൺ സ്വയം ചൂസ് ചെയ്ത് വിട്ടാണോ എന്ന് മനസ്സിലാവാത്തൊരവസ്ഥയിൽ പോയി. മണ്ടരാൻ വേണ്ടി പോയി നിന്നതാണോ? അത് എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ചോദിക്കാൻ പറ്റും എന്നുള്ളതിനൊരു പാറ്റേൺ വേണ്ടേ? അതല്ലേ ആദ്യം വേണ്ടത്. ഒരു ഡിബേറ്റിന് പോകുന്ന സമയത്ത് ആ ഡിബേറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അടുത്ത കൗണ്ടർ എന്താണെന്നുള്ളത് എക്സ്പെക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് പോകണം. അങ്ങനെയാണ് ഒരു ഡിബേറ്റിന് പ്രിപ്പയർ ചെയ്യുക. അതായത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. ഞാൻ ഇന്നൊരു പോയിന്റ് പറഞ്ഞാൽ ഹീ ക്യാൻ കൗണ്ടർ ദാറ്റ് പോയിന്റ് വിത്ത് 10 അതർ പോയിന്റ്സ്. ആ 10 പോയിന്റ്സ് നമ്മളെ മനസ്സിൽ കൂടി ഫ്ലാഷ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ വി ഹാവ് ടു പ്രിപ്പയർ ഫോർ ദാറ്റ് പോയിന്റ്സ്. അതിന് നമ്മളെങ്ങനെ കൗണ്ടർ ചെയ്യുക എന്നുള്ളത്. അല്ലാതെ ഇത് സ്ഥിരം പറയുന്ന സാധനങ്ങളാണ്. ഏത് അമ്മയെ പീഡിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്മയോടൊപ്പം സെക്സ് ചെയ്യുന്നതാണോ? അതിനൊക്കെ ഇസ്ലാമിൽ നിന്നല്ല എല്ലാ മതത്തിലും കൃത്യമായ ഉത്തരങ്ങളുണ്ട്. അതൊക്കെ മൊറാലിറ്റിയിൽ ബേസ് ചെയ്തുള്ള സാധനങ്ങളാണ്. അതിന് സയൻസിന് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത കുറേ അവസ്ഥകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, സയൻറ്റിഫിക് ആയിട്ട് എവിടെയും സയൻസ് മൊറാലിറ്റി പഠിപ്പിക്കുന്നുണ്ടോ? മോറൽ വാല്യൂസ് പഠിപ്പിക്കുന്നുണ്ടോ? ഏതെങ്കിലും സയൻറ്റിസ്റ്റ് മോറൽ വാല്യൂ പഠിപ്പിച്ചതായിട്ട് വായിൽ വർത്തമാനത്തിൽ പറയുന്നല്ലോ, സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ലല്ലോ ഈ സാധനങ്ങൾ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ, ദാറ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് ഒരു ബ്ലണ്ടറായിപ്പോയി.
അവിടെ നിന്നാണ് ഇപ്പോൾ ലണ്ടനോട്ടം തുടങ്ങിയത്. As a self-confessing kafir, Who made this comparison? as a self-confessing kafir, do you believe sleeping with your own mother is okay It's or not wrong? okay, never No, okay. why But not? Why Based not? on what? In Islam- Based on what standard? But in What's your standards? We have scientific. reasons Scientific? for that. No, Yeah, scientific reasons. What? So you- science and defines we- morals for you? Yeah, Since of when? course, of course. Which scientist defines moral? Give me one scientist. Which scientist? Yes, give me one name of a It's not scientist. scientist does that. No, you We said have it's based on evidence, science. No, evidence, you said who? evidence. I asked you who Evidence. defines morals. Science. Show me No, one it doesn't. scientist. Which one do you want? Anyone. You don't even know Give me a science. major scientist who defines morals. We have scientific information and What? evidence. Science is which amoral. stops you from Science is committing amoral. So You you're don't saying even you're saying science Incestuous actually deals with relations. morality. Okay. 2 out of 1 person. Yeah. No, no, you actually think science deals with morality. Relations, we have clear വീണ്ടും ഞാൻ പറഞ്ഞല്ലോ ആ പോയിന്റിലേക്കാണ് പോണത്. സി മൊറാലിറ്റി മോറൽ വാല്യൂസിൻ്റെ ഡെഫിനിഷൻ സയൻസിന് വേണമെങ്കിൽ സയൻറ്റിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു നെർവ് അല്ലെങ്കിൽ ഒരു തരം ഹോർമോണൽ സാധനം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഇമ്പൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാന്നല്ലാതെ മോറൽ വാല്യൂസിൻ്റെ സാധനങ്ങൾ എങ്ങനെ സയൻസ് ഡിഫൈൻ ചെയ്യും? അങ്ങനെ ഡിഫൈൻ ചെയ്ത് അതും ആ ക്വസ്റ്റ്യൻ്റെ മുകളിൽ ഇത് ഈ അമ്മയോടൊപ്പം കിടക്കാൻ പറ്റുമോ സെക്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സാധനം, അതായത് സയൻറ്റിഫിക്കലി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിൻ്റെ വാട്ട് ഈസ് ദി സ്റ്റഡീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ പറയാനുള്ളത് എന്താ, അമ്മയും മകനും തമ്മിൽ അങ്ങനൊരു സിറ്റുവേഷനിൽ എൻഡപ്പായി അതിൽ നാളെ അടുത്തൊരു ഓഫ്സ്പ്രിങ് ഉണ്ടായി കഴിയുമ്പോൾ അവിടെ വരുന്ന ബയോളജിക്കലായിട്ടുള്ള കുറേ ഇൽനെസ് ഡിസീസുകൾ അവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട കുറേ അധികം ഡിസീസുകൾ ഇതേ പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്ത് പറയാനുണ്ട്? മനുഷ്യന്മാർ മാത്രമേ ഈ കാര്യം ചെയ്യാത്തുള്ളൂ. പട്ടിയും പൂച്ചയും ബാക്കിയുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ പല വർഗ്ഗങ്ങളിലും അമ്മ പെങ്ങൾ സാധനമൊന്നുമില്ല. ഇഫ് ദേ വോണ്ട് സെക്സ് ദേ ഗോ ആൻഡ് ഡു സെക്സ്. നമ്മളെ ഇടയിലാണ് ഈ മോറൽ വാല്യൂസ് ഉള്ളത് കൊണ്ടും നമ്മൾ ആ ഒരു സാധനത്തിൽ ജനിച്ച് വളർന്ന അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പോഴാണ്. കാരണം എന്താ പറയുക, കുറേയൊക്കെ നമ്മൾ നല്ലതുണ്ടെങ്കിൽ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യണം, അത് നല്ലത് എന്ന് തന്നെ പറയാനും പറ്റണം. പക്ഷേ ഇല്ല ഒരു സാധനവും ഞാൻ ചെയ്യില്ല, ഇതങ്ങനെയാണ് ഇതിങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇയാൾ പോണ ലൈനുണ്ട്, ഞാനൊരു എക്സ് മുസ്ലിമാണ് അതുകൊണ്ട് ആ മതത്തിലുള്ള എല്ലാം ഞാൻ എതിർക്കും, അടിമുടി ഞാൻ കംപ്ലീറ്റ്ലി എതിർത്ത് അത് അങ്ങനെയല്ല എന്നുള്ളത് ഉറപ്പിച്ചിട്ട് ഞാൻ പോകുള്ളൂ എന്നുള്ള മെൻറ്റാലിറ്റിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ പൊളി. ഇതിനുത്തരമില്ല, ഇതിന് ആരിഫിന് നല്ല എനിക്ക് തോന്നുന്നത് ഭയങ്കര പാടായിരിക്കും ഇതിനുത്തരം പറയാൻ. മനസ്സിലായോ? കാരണം ആരിഫ് ആ ക്വസ്റ്റ്യനിൽ വിട്ടുപോയി. ഡു യുവർ സയൻസ് ഡിഫൈൻ അമ്മയായിട്ട് സെക്സ് ചെയ്യാൻ പാടില്ല എന്ന് സയൻറ്റിഫിക്കലി നിങ്ങൾ എങ്ങനെ പ്രൂവ് ചെയ്യും? ഉത്തരമില്ല ആരിഫിന്. You said sleeping with your mother is wrong. Based on what? I want to understand your We psyche. have the evidence here. What's the Because evidence? that's not right, and that's No. that will bring. Why? Adnan bhai, ask him. Let's define sin I first. really believe That will you. bring you We define the different terms types of first. problems I and- want to know why. And Why? and it's something which has come to you as an evolutionary pathway, which No. you can. Evolution. You will be. Hold on. Survival of the fittest. I'll let you finish. I'll let you finish. He said how it is. evolution. He now claimed evolution teaches us that this is wrong, sleeping with your mother. Evolution, to the contrary, teaches us that it is very right to do that, because throughout history, look at the animal world. Look at the animal world. They don't have a mother, they don't have a sister, they sleep with anyone. Like They the have pigs. sex. No, They, they don't like the survive. animals. They don't survive. Wait, Science have the proof. wait. They don't survive. Wait. You are quoting the wrong thing. Animals, do they mate with their mothers or They not? mate and they die. Okay, they What? die. They mate and they die. Yeah. That's the problem. No, you're talking about the entire life. I'm saying That's once the in their problem life, every say. if they mate with their mother, do they die? Once. That causes problems in that society. Okay, we have a survive So animals have society. Wow. That won't Look at the survive. logic. They won't survive. Animals have They societies. won't Relax. survive. I understand. Moral societies in animals. They will- Stuck they for will a follow while. their own So norms. now you're using And they will consequentialism. throw it out. I understand. Throw it I understand. You're using consequentialism Yeah. to argue not that consequential. because it's bad, because animals die, okay, it's not right. So what if we can give animals condoms? Okay, what if we give them contraceptions and they are able to have sex? Wait. Relax. I'm breaking your argument. Relax, I'm yeah. breaking your argument that scientifically, if we apply methods that it can be made safe for them to have sex, does it become right then? Never. Why not? Because we have Why the not? problems defined, and No, we, no. we see that as a problem. No. Why is it a moral And- problem, and- brother? Yeah, that's what I'm saying. But for Islam, you can marry No. your own Islam- child. Islam is lets you Islam- marry your own child. You know that? You- how if you say that This this is all rage baiting. It's rage Islam baiting, man. lets you ആരിഫ് എന്താ പറയുക, ആരിഫ് ഞാൻ എഗെയിൻ പറയുന്നു, കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പരസ്പരം റെസ്പെക്റ്റിൻ്റെ മുകളിൽ സംസാരിക്കുന്ന ഒരു എയ്ത്തിസ്റ്റാണ് അല്ലെങ്കിൽ മതവിശ്വാസി അല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും
അപ്പുറത്തുള്ള മതവിശ്വാസങ്ങളിൽ എടുക്കാൻ പറ്റുന്നതും നമ്മുടെ ലിവിങ് സ്റ്റൈലിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള നമ്മൾ എന്തായാലും ജനിച്ച് വളർന്ന ഒരു ആംബിയൻസ് ആണത്. ജനിക്കുമ്പോഴേ ഒരാൾ മതവിശ്വാസി അല്ലാതെയും അല്ലെങ്കിൽ എയ്ത്തിസ്റ്റും ആവുന്നില്ലല്ലോ. വളർച്ചയുടെ സ്റ്റേജിൽ നമ്മളങ്ങനെ ആയി മാറുന്നതാണ്. അപ്പം നല്ലത് ആക്സെപ്റ്റ് ചെയ്തിട്ട് നല്ലതല്ലാത്തതിനെ തള്ളിക്കളയുക എന്നുള്ള പ്രോസസ്സിലാണ് ഒരു എയ്ത്തിസ്റ്റ് അല്ലെങ്കിൽ ഒരു മതവിശ്വാസി അല്ലാത്ത ദൈവവിശ്വാസി അല്ലാത്ത ഒരാളുടെ ലൈഫിൽ ഏറ്റവും അഡാപ്റ്റബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇയാൾ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ്. അമ്മയായിട്ട് സെക്സ് ചെയ്യുന്നതിന് സയൻറ്റിഫിക്കലി ഓക്കെ, ഫിസിക്കലി അതിൽ നിന്നൊരു ഓഫ് സ്പ്രിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ ഒരു സേഫ്റ്റി, ഒരു ക്വാണ്ടം, ബാക്കി സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്തുകൂടെ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ സയൻറ്റിഫിക്കലി അതിനെ എങ്ങനെയാണ് എൻകൗണ്ടർ ചെയ്യുക? അല്ലെങ്കിൽ ലൈഫിൽ ഒരു വട്ടെങ്കിലും ചെയ്തുകൂടെ, കണ്ടിന്യൂസ്ലി ചെയ്യുന്നതല്ല, ഒരു വട്ടെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സയൻറ്റിഫിക്കലി ചെയ്യാൻ പാടില്ല എന്ന് സയൻറ്റിഫിക്കലി എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളത് അത് പറയാൻ പറ്റില്ല. അവിടെയാണ് ഈ ലണ്ടൻ ഓട്ടം തുടങ്ങിയതും ഇനി പോയി അവസാനിക്കുന്നത് എവിടെ അറിയോ? ഈ വെഡ്ലോക്കിൽ ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയെ അച്ഛന് സെക്സ് ചെയ്യാൻ പറ്റുമോ? മുസ്ലിമിൽ അത് പറയുന്നുണ്ടല്ലോ, ഖുറാനിലത് പറയുന്നുണ്ടല്ലോ എന്നുള്ളത്. ചെങ്ങായി ഒരു 10-20 മിനിറ്റ് ചാറ്റ് GPT-നോടൊക്കെ ചോദിച്ച് അവിടെ വെള്ളം കുടിച്ചു നിന്നത് ഞാൻ കണ്ടടേ. It's absolutely haram, forbidden, prohibited in our faith to marry any child, let alone your own child. Okay, No, full in stop. Islam, Now, I'll let you know. wait. I've answered directly. Now I expect an answer from him. Yes. Now, can you answer me? What is your moral source Standard. to say? No, to stick say. to the question. Wait. to the question. Wait. So I will stick to the question. Yeah. What is your moral source to say that you cannot sleep with your mother? In Islam, is there Prove a it. rule that you can marry your child if that child is born out of wedlock? Haram. I'm saying haram. It is halal in Islam. I've been studying Islam for 20 years. I'm saying it's I'm studying absolutely, Islam you're for lying. 20 years. Why are you ignoring? I will show you a proof from Quran. Rather you try to He's speaking to his. Show me now. He's speaking to his bubble. rather you try to debunk. Yeah, show me now. Show me now. I know. Just smoke it. That's rage bite. Don't worry about it. There's nothing from the Quran. Show me now. Okay, you claimed you can show from the Quran that we can sleep with our you can with watch. our You children. can watch my channel. No, we don't right watch your now. channel. Right. So he claimed the Quran says you can marry your child. Right? I want him to now. If you are fair, everyone listening, I want him to pull out the ayah from the Quran, the verse where it wait a says second. you can marry your child. If he does not pull that out, then know that this guy is not only a lame Zionist, a lame BJP apologist, he's a liar also, like the BJP propagandists and all the Zionist scumbags. He's a liar. He's a liar who's lying upon our faith because they can do nothing but lie and Second left. nothing but embarrassment. He doesn't even know science. He doesn't know philosophy. He doesn't know why he's ex-Muslim. He doesn't even know anything about Islam because he claimed the Quran says you can marry your child. Yes. I want that verse. The Quran saying you can marry your child. I want that verse now. Now. 30 seconds left. Or apologize to all the Indian Muslims. All the Indian Muslims in India, you have been demonizing and dehumanizing. Apologize to them. Yes. Say, I'm sorry. Propaganda All and hate Muslims, preach. I'm a fool, I'm an idiot. I'm a Zionist. That's why I'm an idiot. I'm sorry. That with his evidence if he has. So I will upload this video without cutting any portion, and you will find the evidence online. And you are welcome. A verse from the Quran. Yes. You're gonna I will post. do No. No, I'm not shaking a Zionist hand. That's it. Okay, wait. So- I'm not. Wait. So wait You're for gonna that. post. Wait, hold on. You're gonna My post a verse from the Quran. My intention- You're gonna post a verse from the Quran Yeah. that says Muslims can marry their daughters. Yes, I will. You're gonna. And if it's not there, I will apologize. a verse from the I Quran. will apologize. A verse from the Quran. Yes. Okay. I He will apologize. That's it. Okay. By the way, are you here That's next it. Sunday? No, I will apologize. Are you here next Sunday? No? I will go next Tuesday. Sorry, this Tuesday. This Tuesday, no problem. കണ്ടല്ലോ, ഇനിയിപ്പോൾ നാട്ടിലെത്തി ഇവിടെ വന്ന് ഇതിഞ്ഞൊരു വീഡിയോ ആക്കി അതിട്ടിട്ട് അവർക്ക് അയച്ചു കൊടുക്കാമെന്ന് പറയുന്നത്. ചാറ്റ് GPT-യുടെ അവിടെ സ്പോട്ടിൽ വെച്ചിട്ട് വരെ ഖുറാനിൽ അങ്ങനെ ഒരു സാധനം ഉള്ളതായിട്ട് കണ്ടുപിടിക്കാൻ ആരിഫിന് പറ്റിയില്ല. ഏത് അച്ഛന് സ്വന്തം മകളെ സെക്സ് ചെയ്യാം എന്നുള്ളത് ഖുറാനിൽ എവിടെ ഒന്ന് കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് ചാറ്റ് ജിപിടിക്കോ മൈക്രോ സെക്കൻഡ്സ് മതി അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് പോർഷനിലാണ് അത് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അതും പറയാൻ പറ്റിയില്ല. ഈ നാട്ടിൽ ഇത്രയും പറഞ്ഞ് കോളിങ്ങുമായി പോയി നടന്ന ആൾ ലാസ്റ്റ് ലണ്ടനിൽ ചെന്ന് ലണ്ടനിലെ മണ്ടനായ അവസ്ഥയിൽ പോയല്ലോ. ഇപ്പോൾ മതവിശ്വാസങ്ങൾ
ദൈവവിശ്വാസങ്ങൾ ഇതുള്ളവരും ഉണ്ട്, എന്നെപ്പോലെ ഇല്ലാത്തവരും ഉണ്ട്. പരസ്പരം റെസ്പെക്റ്റിൽ പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. എക്സ്ട്രീമായിട്ട് നമ്മളെ ഇപ്പോഴത്തെ ലിവിങ് കണ്ടീഷൻസിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മതവിശ്വാസങ്ങളിലൊക്കെ ചില വിശ്വാസങ്ങളും ചില നിയമങ്ങളൊക്കെ എതിർക്കുക എന്നല്ലാതെ, എഗെയിൻ ഞാൻ പറയുന്നു, കുറേ കാര്യങ്ങൾക്കൊന്നും സയൻസിനാണെങ്കിൽ പോലും ഞാൻ സയൻസിൽ ഒരുപാട് വിശ്വസിക്കുന്ന ആളാണ്. ബട്ട് സയൻസിനും ഈ പറഞ്ഞ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ അതിൻ്റെ മുകളിൽ കിടന്ന് മെഴുകാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. അപ്പോൾ ഇതേപോലെ ഓടേണ്ടി വരും. ഓക്കെ.